എന്താണ് WLAN? നിങ്ങൾ കേട്ടിട്ടുണ്ടാവും WLAN എന്ന് പറഞ്ഞ് നമ്മുടെ മോഡത്തിലേക്കും മറ്റും സെറ്റിങ്സിലായിട്ട് WLAN സെറ്റിങ്സ് എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും. അതായത് വയർലെസ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്നാണ് ഈ WLAN പറയുന്നത്. ഇതിന് നമ്മൾ റേഡിയോ വേവ്സ് ഉപയോഗിച്ച് രണ്ട് ഡിവൈസുകൾ തമ്മിൽ ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിനാണ് ഈ ഒരു വയർലെസ് ലാൻ കണക്ടിവിറ്റി എന്ന് പറയുന്നത്. അതായത് റേഡിയോ വേവ്സ് ടു ട്രാൻസ്മിറ്റ് ഡേറ്റ ബിറ്റ്വീൻ ടു ഡിവൈസസ്. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ഈ ഒരു നമ്മുടെ ഒരു ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് തന്നെ. ലോക്കൽ ഏരിയ നെറ്റ്വർക്കിൽ നമുക്കറിയാം, ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ട് ലാനിനെ കുറിച്ചിട്ട്. ലാനിൽ എന്താ പറയുന്നത്, നമ്മളൊരു മോഡം ഉണ്ടാവും, അതിന് ചുറ്റുമുള്ള ഒരു ഡിവൈസുകൾ അടങ്ങുന്ന, നമ്മുടെ വീടാണെങ്കിലും ഓഫീസാണെങ്കിലും അടങ്ങുന്ന ആ ഒരു നെറ്റ്വർക്കാണ് ഒരു ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അതുപോലെയുള്ള ഒരു ലോക്കൽ ഏരിയ നെറ്റ്വർക്കാണെന്ന് വിചാരിക്കാം. അപ്പോൾ ഇതിനകത്ത് വയർലെസ് ആയിട്ട് കണക്ട് ചെയ്യുന്ന കുറേ ഡിവൈസുകളുണ്ട്. അതായത് ഫോർ എക്സാമ്പിൾ ഇവിടെ ഈ പറയുന്ന റേഡിയോ വേവ്സ് തന്നെയാണ് വയർലെസ് ആയിട്ട് കണക്ട് ചെയ്യുന്നതിൽ വരുന്നത്. അപ്പോൾ ഈ ഒരു മോഡലിൽ നിന്ന് കണക്ട് ചെയ്തിരിക്കുന്ന ഒരു ലാപ്ടോപ്പ്, അതുപോലെ മൊബൈൽ, ഒരു പ്രിൻ്റർ, വൈഫൈ പ്രിൻ്റർ, അതുപോലെ തന്നെ TV, ഇതെല്ലാം ആ ഒരു വൈഫൈയിലാണ് കണക്ട് ചെയ്തേക്കുന്നത് വിചാരിക്കുക. അപ്പോൾ ഒരു ലോക്കൽ ഏരിയ നെറ്റ്വർക്കിൽ നമ്മൾ നേരത്തെ പഠിച്ച ലാനിൽ, അതായത് ഇതൊരു ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് ആണെങ്കിൽ ആ ലോക്കൽ ഏരിയ നെറ്റ്വർക്കിൽ ഈ ഒരു റൗട്ടർ, ഈ ഒരു മോഡമായിട്ട് വയർലെസ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഡിവൈസുകളെയാണ് WLAN എന്ന് പറയുന്നത്. അതായത് വയർലെസ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. WLAN സെറ്റിങ്സ് വരുന്നത് അപ്പോൾ എവിടെയാണ്, ആ ഒരു വൈഫൈയുടെ പേരും പാസ്വേഡും ചേഞ്ച് ചെയ്യുന്ന ഒരു സെറ്റിങ്സിലാണ് ഈ ഒരു WLAN സെറ്റിങ്സ് പറയുന്നത്. ഇപ്പോൾ നിങ്ങളൊരു ടെക്നീഷ്യനാണ്, നിങ്ങളൊരു റൗട്ടർ കോൺഫിഗറേഷനിലേക്ക് വരുമ്പോൾ നമുക്ക് ആ ഒരു ഈ ഒരു റൗട്ടറിൻ്റെ പാസ്വേഡ്, അതായത് വൈഫൈയുടെ പേരും പാസ്വേഡും SSIDയും നെയിമും SSIDയും പാസ്വേഡും മാറ്റണമെങ്കിൽ എവിടെയാണ് മാറ്റുന്നത്, ഈ ഒരു WLAN സെറ്റിങ്സിലായിരിക്കും ഉണ്ടാകുന്നത്. അതാണ് WLAN സെറ്റിങ്സ് എന്ന് പറയുന്നത്. അതായത് വയർലെസ് സെറ്റിങ്സിലാണ് ഈ ഒരു വൈഫൈയുടെ പേരും പാസ്വേഡൊക്കെ വരുന്നത്. അപ്പോൾ ഈ വയർലെസ് സെറ്റിങ്സ് എന്ന് പറഞ്ഞാൽ ഇതാണ്, ആ ഒരു ലോക്കൽ ഏരിയ നെറ്റ്വർക്കിൽ വയർലെസ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഡിവൈസുകളെയാണ് ഈ ഒരു വയർലെസ് ലാനിൽ പെടുന്നത്, അതായത് WLANിൽ പെടുന്നത്. WLAN എന്താണെന്ന് ചോദിച്ചാൽ ഇത്തരം ഡിവൈസുകളാണ് ആ ഒരു വയർലെസ് ലാനിൽ കണക്റ്റഡ് ആയിരിക്കുന്ന ആ ഡിവൈസുകളെയാണ് WLAN ഡിവൈസസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ WLAN സെറ്റിങ്സിൽ നമുക്ക് ഈ ഒരു വയർലെസ്സിൻ്റെ സെറ്റിങ്സാണ് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇവിടെ പറയുകയാണെങ്കിൽ ഒരു ലാപ്ടോപ്പ്, അല്ലെങ്കിൽ മൊബൈൽ, വൈഫൈ പ്രിൻ്റർ, TV, ഇതെല്ലാം ആ ഒരു വയർലെസ്സിലാണ് കണക്റ്റ് അയക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ആ ഒരു വയർലെസ് നെറ്റ്വർക്കിൽ വരുന്നതുകൊണ്ട് തന്നെ ഈ ഒരു ലോക്കൽ ഏരിയ നെറ്റ്വർക്കിൽ വരുന്ന എല്ലാ ഡിവൈസുകളുടെയും വയർലെസ് ആയത് കണക്ട് ചെയ്യുന്ന ഡിവൈസുകളെല്ലാം ഈ ഒരു വയർലെസ് ലാൻ, അതായത് WLANിലാണ് ഇതിൻ്റെ സെറ്റിങ്സ് വരുന്നത്. ഇനി അഥവാ ഇവിടെ ഒരു വയേർഡായിട്ട് വരുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് ഇവിടെ നിന്നൊരു കണക്ഷൻ നേരെ ഇവിടെ ഒരു കമ്പ്യൂട്ടർ ഉണ്ട്, ആ ഒരു കമ്പ്യൂട്ടറിൽ വയേർഡായിട്ടാണ് വന്നിരിക്കണമെങ്കിൽ ഈ വയേർഡായിട്ട് വരുന്നത് ഈ ഒരു WLANിൽ പെടില്ല. വയർലെസ് ആയിട്ട് ഈ ഒരു റൗട്ടറിൽ നിന്ന് വയർലെസ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഡിവൈസുകൾ. ഇപ്പോൾ ഇത് വയർലെസ്സായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഇപ്പോൾ ഒരു വൈഫൈ ഒരു ഉത്തമ ഉദാഹരണം ആയതുകൊണ്ടാണ് ഈ വയർലെസ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാര്യം പറഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ ഈ റേഡിയോ വേവ്സ്, രണ്ട് ഡിവൈസുകൾ തമ്മിൽ റേഡിയോ വേവ്സിൽ ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിനെയൊക്കെ ഈ ഒരു വയർലെസ് ലാനിൽ പെടുത്താം. അതായത് ഒരു നെറ്റ്വർക്കിൽ വയർലെസ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, ഇപ്പോൾ വയർലെസ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് രണ്ട് ഡിവൈസുകൾ തമ്മിൽ സാധിക്കുന്നുണ്ടെങ്കിൽ അതും ഒരു വയർലെസ് ലാനാണ്. അതായത് നമ്മുടെ ലോക്കൽ ഏരിയ നെറ്റ്വർക്കിൽ വയർലെസ് ആയിട്ട് എന്തൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്താലും, ഏതൊക്കെ ഡിവൈസുകൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്താലും ഈ ഒരു വയർലെസ് ലാനിൻ്റെ കീഴിൽ വരും. അപ്പോൾ ഈ ഒരു ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലായാലും ഓഫീസിലായാലും ആ ഒരു നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യുന്നത്, അതായത് അതിലുള്ള ഡിവൈസുകൾ തമ്മിൽ ആ ഒരു മോഡത്തിലാണെങ്കിൽ മോഡത്തിൽ ക്രിയേറ്റ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഇവിടെ ഈ ഒരു മോഡമാണ് ഇരിക്കുന്നത്, ആ മോഡത്തിൽ നിന്ന് കണക്ട് ചെയ്തിരിക്കുന്ന ഇപ്പോൾ ഗേറ്റ് വേ IP 1.1 ആണ്. അത് 1.2, 1.3, 1.4, 1.5 എന്ന് പറഞ്ഞ് ആ ഒരു നെറ്റ്വർക്ക് അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെയാണ് ആ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഇതിൽ തന്നെ വൈഫൈ ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഡിവൈസുകളെ മാത്രം പറയുന്ന ഒരു പേരാണ് വയർലെസ് ലാൻ, അതായത് WLAN സെറ്റിങ്സിൽ അത്തരം ഡിവൈസുകളാണ് വരുന്നത്. അത്തരം ഡിവൈസുകളിലേക്ക് കണക്ട് ചെയ്യാനുള്ള വൈഫൈയുടെ പേരും പാസ്വേഡൊക്കെയാണ് WLAN സെറ്റിങ്സിൽ വരുന്നത്. അപ്പോൾ രണ്ടും ഒന്ന് തന്നെയാണ്. ഒന്ന് തന്നെയാണെന്ന് വെച്ചാൽ ലാനിൽ തന്നെയാണ് ഈ ഒരു വയർലെസ് ലാനും വരുന്നത്. ഇപ്പോൾ ഇത് മൊത്തത്തിൽ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്, അതായത് വയേർഡ് ആയിട്ടുള്ളതും വയർലെസ് ആയിട്ടുള്ളതും എല്ലാനും കൂടി നമുക്ക് ആ ഒരു ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുമെങ്കിൽ ഇതിൽ വയർലെസ്സിനെ മാത്രം എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താവും, ലാനിൽ നിന്ന് വയർലെസ്സിനെ മാത്രം എടുത്തിട്ടുണ്ടെങ്കിൽ വയർലെസ് ലാൻ ആവും. അത്രേ ഉള്ളൂ. അതായത് ലോക്കൽ ഏരിയ നെറ്റ്വർക്കിൽ നിന്ന് വയർലെസ് ഉള്ള ഡിവൈസുകളെ മാത്രം, അതായത് വയർലെസ് ആയിട്ട് റേഡിയോ വേവ്സ് ഉപയോഗിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന, അതായത് വയർലെസ്സിലായിട്ട് വൈഫൈ ഉപയോഗിക്കുക. വൈഫൈ അതിന് ഉത്തമ ഉദാഹരണമാണെന്ന് പറഞ്ഞെന്നുള്ളൂ. അതായത് വൈഫൈ ഉപയോഗിച്ച് ഇതെല്ലാം കണക്റ്റഡ് ആണെന്ന് പറയുന്നത്. ഇത് കണക്റ്റഡ് ആണ്, ഇതിനൊക്കെ IP ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു നെറ്റ്വർക്ക് അവിടെ ഫോം ആയിട്ടുണ്ട്. അപ്പോൾ അത് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് തന്നെയാണ്. എന്നാൽ അതിന് പുറമെ വയർലെസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ അത് വയർലെസ് ലാൻ കൂടിയാണ്. അതായത് വയർലെസ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് കൂടി ഇതിനെ പറയും. അപ്പോൾ ഇത് കൂടുതൽ ഈ മോഡത്തിലൊക്കെയാണ്. ഇതിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ടെക്നീഷ്യൻ ആണെങ്കിൽ വൈഫൈ പാസ്വേഡ് ചേഞ്ച് ചെയ്യാനൊക്കെ ഉദ്ദേശിക്കുമ്പോൾ വയർലെസ് സെറ്റിങ്സ് എന്ന് ചില മോഡത്തിലേക്ക് കൊടുത്തിട്ടുണ്ടാവും, റൗട്ടറിലേക്ക് കൊടുത്തിട്ടുണ്ടാവും. ചിലതിൽ WLAN എന്ന് പറഞ്ഞായിരിക്കും കൊടുത്തേക്കണം. അപ്പോൾ വയർലെസ് ലാൻ എന്ന് പറയുമ്പോൾ ഇതാണ് വയർലെസ് ലാൻ. അത്ര വലിയ കോംപ്ലിക്കേറ്റഡ് ഒന്നുമല്ല വയർലെസ് ലാൻ എന്ന് പറയുന്നത്. വയർലെസ് ലാനിൻ്റെ ഫുൾ ഫോം വയർലെസ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്നാണ്. പിന്നെ ഇതിൻ്റെ ഡെഫിനേഷൻ പറയുകയാണെങ്കിൽ റേഡിയോ
വേവ്സ് ഉപയോഗിച്ച് 2 ഡിവൈസുകൾ തമ്മിൽ ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിനെയാണ് പറയുന്നത്. അതിന് ഉത്തമ ഉദാഹരണമാണ് വൈഫൈയിൽ ഈ കാണുന്നതാണ് ലോക്കൽ ഏരിയ നെറ്റ്വർക്കിലെ വയർലെസ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഡിവൈസുകളെയാണ് വയർലെസ് ലാനിൽ പെടുന്നത്. ഇതാണ് WLAN അഥവാ വയർലെസ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്.